എൻഡിയുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തുമെന്നാണ്. കൊച്ചിയിലെ 3 പരിപാടിയിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. 10,800 കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊച്ചി നഗരത്തിൽ ഇന്നിപ്പം ഉച്ച മുതൽ തന്നെ ഗതാഗത നിയന്ത്രണവും ഒക്കെ ഉണ്ടാകും. അബ്ദുൾ റഹീം വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉണ്ട്. റഹീമെ, ഗുഡ് മോർണിംഗ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. കാരണം A+ മണ്ഡലങ്ങളിലടക്കം ഒരു കുറഞ്ഞത് 10 സീറ്റെങ്കിലും BJP ലക്ഷ്യമിടുന്നുണ്ട്, പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക അവരുടെ കയ്യിൽ റെഡിയുമാണ്. കാരണം മുൻ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ, ഏറ്റവും ജനപ്രീതിയുള്ള വനിതാ നേതാവ് അടക്കമുള്ള പ്രമുഖരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറങ്ങുക, തയ്യാറായി കയ്യിലിരിക്കുക എന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കൂടി രണ്ടാമത്, ഇപ്പം കഴിഞ്ഞ ഒരു ദിവസമാണ് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ BJP പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം ഒരു വട്ടം വന്നിരുന്നു. വീണ്ടും ഒരു മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം അത് BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതായിരിക്കുകയുമില്ല. അപ്പോൾ എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് റഹീമെ? ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് പാർട്ടിക്ക് നൽകുന്ന ഉണർവ് എത്ര കണ്ട് വലുതാണ്? സേതു, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന ലക്ഷ്യം കൂടി പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് BJP ലക്ഷ്യമിടുന്നുണ്ട്. നാളെ രാവിലെ ഏകദേശം 11 മണിയോടുകൂടി കൊച്ചിയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിക്ക് പ്രധാനമായും 2 പരിപാടികൾ, ആ പരിപാടികളിൽ ഒന്ന്, 3 പരിപാടികളാണുള്ളത്. അതിൽ ഒന്ന് ധീവരസഭയുടെ പരിപാടിയാണ്. അത് മറൈൻ ഡ്രൈവിലാണ്. 12 മണിയോടുകൂടിയാണ് ഇവിടെ പരിപാടി നടക്കുക. അതിൻ്റെ ഒരുക്കങ്ങൾ, അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ നേവൽ ബേസിൻ്റെ ഹെലിപ്പാഡിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് റോഡ് മാർഗം അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. ഗതാഗത നിയന്ത്രണങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ കൊച്ചിയിൽ ആരംഭിക്കും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിയ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. കാരണം അവർ എറണാകുളത്ത് തന്നെ A+ മണ്ഡലങ്ങളിൽപ്പെട്ട ഒരു മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. അവിടേക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ തന്നെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമായും മാറ്റം തുടങ്ങാം, വികസിത കേരളം മോദിക്കൊപ്പം എന്നതാണ് ഈ സമ്മേളനത്തിലെ മുദ്രാവാക്യം BJPയുടേത്. അതോടൊപ്പം തന്നെ മാറാത്തത് മാറും, ഇനി കേരളം വരും എന്നുള്ളതാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. അതിലൊക്കെയും ഈ പറയുന്ന പോലെ വലിയൊരു ആത്മവിശ്വാസം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും എന്നുള്ളതും. കാരണം നേരത്തെ സേതു സൂചിപ്പിച്ചു, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ നിർണായക ശക്തിയായി മാറാൻ കഴിയും എന്നൊരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കാണ് NDA കടക്കുന്നത്. കൂടുതൽ സീറ്റുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രധാനമന്ത്രിയെ തന്നെ എത്തിച്ചുകൊണ്ട് നടത്തുന്നു. അത് വലിയ ആത്മവിശ്വാസം പ്രവർത്തകർക്കിടയിലൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ.